നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ സാറ്റലൈറ്റ് ചാനലിൽ ഒരു അഭിമുഖം വന്നു. കൊച്ചിയിലെ ഒരു മസാജ് പാർലറിൽ ജോലി ചെയ്യാനെത്തിയ പെൺകുട്ടി, ആ പെൺകുട്ടി അത് മസാജ് പാർലർ ആണ് എന്ന് അറിഞ്ഞിട്ടല്ല അവിടെ എത്തിയത്. അവിടെ ഒരു കോൾ സെന്റർ ആയിരുന്നു എന്ന നിലയിൽ അവിടെ എത്തുന്നു. ആ പെൺകുട്ടി അതിനുശേഷം അവിടെ നിന്ന് നിർബന്ധിതമായി മസാജ് ചെയ്യുന്ന നിലയിലേക്ക്, സെക്ഷൽ മസാജ് ചെയ്യുന്ന നിലയിലേക്ക് അടക്കം അവരെ നിർബന്ധിച്ച് അവരെ വേട്ടയാടി അത്തരത്തിൽ ചെയ്യിച്ചു എന്നുള്ള വലിയ ആരോപണമായിട്ട് ഒരു പെൺകുട്ടി എത്തുകയുണ്ടായി. ഈ സാഹചര്യത്തില് കൊച്ചിയിലെ സ്പാകൾ നേരത്തെ നടത്തിയിരുന്ന ഏകദേശം 30-ലധികം സ്പാകൾ കേരളത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്ന ഒരു സ്പാ ചെയിനിന്റെ ഉടമയായിട്ടുള്ള റിൻഷാദാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം റിൻഷാദ്. നമസ്കാരം. ആദ്യം തന്നെ റിൻഷാദിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം തുറന്ന് സംസാരിക്കുക, പലരും നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് നാണക്കേടാണ്, അഭിമാനക്കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. ചില ആൾക്കാർ പറയും മുഖം എനിക്ക് മാസ്ക് ചെയ്തേ കൊടുക്കാൻ പറ്റുള്ളൂ, എന്റെ പേര് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തരും. റിൻഷാദ് എന്തായാലും പേരും മുഖവും കൊടുത്തു ഈ കാര്യത്തെക്കുറിച്ച് പറയേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വന്നതിൽ എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. നമ്മുടെ കൊച്ചിയിലെ സ്പാകളിൽ അല്ലെങ്കിൽ ഈ മസാജ് പാർലറുകളിൽ എന്താണ് നടക്കുന്നത്? അർജുൻ, ഇതില് സ്പാ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പാകളുണ്ട്. ഒന്നാമത്തെ ഇപ്പം ഉദാഹരണം ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ഒരു സ്പായാണ്. ആ. ഓക്കെ. അതുപോലെ തന്നെ പലതരത്തിലെ തെറാപ്പികളുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരുന്ന ആയുർവേദ തെറാപ്പികൾ, അല്ല ആയുർവേദ സ്പാ മസാജുകളൊക്കെ ആയിരിക്കും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് കൂടുതൽ വെസ്റ്റേൺ തെറാപ്പികൾ കേരളത്തിന്റെ അകത്തും പുറത്തൊക്കെ കൂടുതൽ സ്പാ സെന്ററുകളായിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്പായും ആയുർവേദവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒന്നാമത്തത്, സ്പാ എന്ന് പറയുമ്പോൾ നമ്മളൊരു സുഖചികിത്സ എന്ന് പറയും. അതായത് ഒരു മണിക്കൂറിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. പലതരത്തിലുള്ള മസാജുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് വെസ്റ്റേൺ തെറാപ്പി എടുത്ത് നോക്കുമ്പോൾ ഷീഡിസ് തെറാപ്പി, ലോമി അങ്ങനെ ഇന്റർനാഷണൽ തെറാപ്പികൾ കുറേ ഉണ്ട്. പക്ഷെ ആയുർവേദം വേറെ സെക്ഷൻ, അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 7 ദിവസം മുതൽ അല്ലെങ്കിൽ 8-12 ദിവസം വരെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് പോകുന്നതിനാണ് ആയുർവേദ ട്രീറ്റ്മെന്റുകളായിട്ട് പോകുന്നത്. സ്പാ എന്ന് അങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ വന്നാൽ, ഒരു ക്ലയന്റ് വന്നാൽ 1 മണിക്കൂറിനാണ് സ്പായിലേക്ക് നമ്മൾ കസ്റ്റമറോട് ചാർജ് ഈടാക്കുന്നത്. 1 മണിക്കൂറിന് അത് 1500 രൂപ മുതൽ 2000, 3000, 4000 രൂപ വരെ അവർ പലതരത്തിലുള്ള എടുക്കുന്ന ഈ ട്രീറ്റ്മെന്റ് ഈ അനുസരിച്ചിട്ടാണ്. നമുക്ക് സ്പായില് ഈ ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന വ്യക്തിയും അതിന് അവരുടെ ഏജ് കാര്യങ്ങൾ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അത് പലതും പലതരത്തിലാണ്. ഉദാഹരണത്തിനായിട്ട് ഇപ്പം കൂടുതൽ സ്പാ സെന്ററുകളിൽ ഈ ക്രോസ് മസാജ് എന്ന് പറയുന്ന, ക്രോസ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് മസാജ്, ആണുങ്ങൾക്ക് ലേഡീസും ലേഡീസിന് ജെൻസും മസാജ് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇപ്പം കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ചിലപ്പോൾ ഡിഫറൻസ് ആയിട്ട് ഡിപ്പെൻഡ് അനുസരിച്ചുള്ള റേറ്റുകൾ, എന്നാലും ഒരു 1500 മുതലാണ് കൂടുതലായിട്ട് ഇങ്ങനെ സ്പാകളിലൊക്കെ പണം ഈടാക്കുന്നത്. ഈ ക്രോസ് മസാജ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഈ മോഡലുകളൊക്കെ കേട്ടിട്ടുണ്ട്. B2B എന്നും ബട്ടർഫ്ലൈ എന്നും എന്താ പറയാ സാൻഡ്വിച്ച് എന്നും ഇതൊക്കെ എന്താണ്? ഞാൻ ഇത് പലപ്പോഴും ഒന്നാമത്തത്, അർജുൻ പറയുമ്പോൾ സ്പാ എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഈ യൂട്യൂബുകളിലും അതുപോലെ തന്നെ ഡെയിലി ചർച്ച ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നതാണ് സ്പാകളിൽ. സ്റ്റിങ് ഓപ്പറേഷൻ. അതെ. പല രീതിയിൽ ഓപ്പറേഷൻ നടന്നിട്ട് അത് മറ്റേ എന്താ പറയുക, സ്പെഷ്യൽ സ്ക്വാഡ് വന്നിട്ട് പിടിച്ചു, ഇത്ര സ്ത്രീകളെ പിടിച്ചു, അങ്ങനെ അവിടെ മറ്റേ എന്താ പറയുക പെൺവാണിഭം, അങ്ങനെയൊക്കെ പല രീതികൾ നമ്മൾ പോലും കേട്ട ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പം സ്പാ എന്ന് പറയുമ്പോൾ വരുന്നത്. പക്ഷേ ഇതിൽ ക്രോസ് മസാജ് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകുമ്പോഴാണ് അതിന് ഇപ്പം പുറത്ത് ഇപ്പം ഞാനൊക്കെ നടത്തിയ സമയത്ത് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ മദ്രാസ് ഹൈക്കോർട്ടിൽ നിന്ന് എനിക്ക് അതിന് ലൈസൻസ് ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രോസ് മസാജ്. അത് ഉദാഹരണം പറയുമ്പോൾ ഒരു ആൺ ഡോക്ടർ ഒരു ലേഡിക്ക് പ്രസവം എടുക്കും, അത് ഓപ്പോസിറ്റ് ആണല്ലോ. എന്ന ബേസിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലേഡിക്ക് ഒരു ജെൻസിനെയോ അല്ലെങ്കിൽ ജെൻസിന് ലേഡിക്കോ മസാജ് ചെയ്യാം. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ചില ആളുകൾ അതായത് മസാജ് ചെയ്യുന്ന സമയത്ത്, ട്രീറ്റ്മെന്റിന് കയറിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ആൺ തെറാപ്പിസ്റ്റും കൂടി ഉണ്ടായിരിക്കണം എന്നാണ് ജഡ്ജ്മെന്റ്. അത് ജഡ്ജ്മെന്റ് ലൈസൻസ് അല്ല, ജഡ്ജ്മെന്റ് കോപ്പി ആണത്. ഒരു ആൺ തെറാപ്പിസ്റ്റും കൂടി കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് കോടതി പറയുന്നത്. പക്ഷെ അതൊന്നും ഇപ്പം അങ്ങനെ നടക്കുന്നില്ല. പിന്നെ ഇതില് പല രീതികളിൽ കൂടുതൽ സ്പാകളിലും ഈ വർക്ക് ചെയ്യാൻ വരുന്ന തെറാപ്പിസ്റ്റിന് എന്താ പറയാ ശമ്പളമൊന്നുമില്ല. ഇപ്പം കൂടുതലായിട്ട് അവർക്ക് ടിപ്പ് ബേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. അതാണ് കൂടുതലായിട്ട്. അതൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചില സ്റ്റാഫുകൾക്ക് 5000 മുതൽ അതിന് മുകളിലേക്ക് എത്ര എമൗണ്ടും കിട്ടുന്ന ഒരു അത്
പല സ്പാകൾ മാസം 1 ലക്ഷത്തിന് മുകളിലൊക്കെ ഉണ്ടാക്കുന്ന ചില കിട്ടുന്നവരുണ്ട്, ഉണ്ട് ഉണ്ട് ആ, ഉണ്ട്. അത് ആ സ്റ്റാഫ് ഉണ്ട്. രീതിയിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്ന പല സ്പാകളിലും നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സ്പാ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പം അർജുൻ നേരത്തെ പറയാം ബട്ടർഫ്ലൈ തെറാപ്പി. ബട്ടർഫ്ലൈ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വേറെ രീതിയിൽ ബട്ടർഫ്ലൈ ഫോർ ഹാൻഡ് തെറാപ്പി. അത് രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഒരേ രീതിയിൽ ഒരേ രൂപത്തിൽ ചെയ്യുന്നതിനാണ് ഒരേ ബട്ടർ. ഫോഴ്സിൽ. അതെ, ഓരോ ഫോഴ്സിൽ ഓരോ സ്റ്റെപ്പ് മാറിയാൽ പോലും നമുക്ക് ബോഡിയിലേക്ക് അത് റിയാക്ടിങ് അറിയാൻ പറ്റും. അപ്പം ഓരോ രീതിയിൽ ചെയ്യുന്നതിനാണ് ബട്ടർഫ്ലൈ തെറാപ്പി. ഓമനപ്പേരിൽ വിളിക്കാണ് ബട്ടർഫ്ലൈ ഫോർ ഹാൻഡ് തെറാപ്പി എന്ന് പറയാം. അങ്ങനെ പല ഇപ്പം ലോമി ഇപ്പൊ ഷീഡിഷ് തെറാപ്പി ഫുൾ ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നു. അതുപോലെ സിഗ്നേച്ചർ തെറാപ്പി, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മസാജുകൾ ഉണ്ട്. പക്ഷേ പല രീതികളിലും പത്രമാധ്യമങ്ങളിലൊക്കെ അവിടെ റെയ്ഡ് നടന്നു, പെൺകുട്ടികളെ പിടിച്ചു, അങ്ങനെ പല രീതികളിൽ പറയുമ്പോൾ അത് ആളുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ അത് ഭയങ്കര രീതിയിലുള്ള ഒരു തെറ്റായ രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. നല്ല രീതിയിൽ നടക്കുന്ന സ്പാകളും ഉണ്ട്, അല്ലാണ്ട് മോശമായ രീതിയിൽ നടക്കുന്ന സ്പാകളും കേരളത്തിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഈ മറ്റേ സ്പാകളിലെ ഹാപ്പി എൻഡിങ് എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സ്പാകളിലെ ഹാപ്പി എൻഡിങ് എന്താണ്? അത് ഹാപ്പി എൻഡിങ് അതിപ്പം എങ്ങനെ തുറന്നു പറയണമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും മസാജ് കഴിഞ്ഞാൽ ചില ഇപ്പം ലേഡീസാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ആളുകൾ സെക്ഷൽ രീതിയിൽ ചോദിക്കും, ഹാപ്പി എൻഡിങ് ചെയ്തു തരുമോ, ഇത്ര രൂപ ടിപ്പ് തരാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. അത് അവർക്ക് ടിപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ട്. അത്തരത്തില് സ്റ്റാഫുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെയ്തു കൊടുക്കാറുണ്ട്, ഈ കൊച്ചിയിൽ നമുക്ക് എത്ര സ്പാകളുണ്ടാവും ഇപ്പൊ? കൊച്ചിയിൽ പണ്ട് ഞങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ അന്നൊരു അസോസിയേഷൻ ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു 200-ലധികം സ്പാ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോ 700-800 അത്രത്തോളം ഒരു 700ഓളം സ്പായൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ പലചരക്ക് കട തുടങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് പോലെയാണ് സ്പാ. ഇത് എങ്ങനെയാണ് സ്പാകൾ കൂടുതലായിട്ടും വരുന്നത് ചോദിച്ചാൽ, ഒരു സ്പായിൽ ഉദാഹരണത്തിന് ഒരു 5-6 സ്റ്റാഫുകൾ ഉണ്ടെന്ന് കൂട്ടിക്കോ, ഒരു റിസപ്ഷൻ ആൻഡ് ഒരു 5-6 തെറാപ്പിസ്റ്റുകൾ ഉണ്ട്. ഇവർ കുറച്ച് നാൾ ഇങ്ങനെ സ്പായിൽ നിൽക്കുമ്പോൾ ഇവർക്ക് അറിയാം ഇത് ഇത്ര ക്ലൈന്റ് വരുന്നുണ്ട്, ഇത്ര ഉണ്ട്. സ്വാഭാവികമായിട്ട് വരുന്ന ക്ലൈന്റ് ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ആവും. സ്വാഭാവികമായിട്ട് അവർ ഒരു അറ്റാച്ച്മെന്റ്, അവർ ഫോൺ നമ്പർ കൊടുക്കുന്നു, അങ്ങോട്ടൊന്നും വാട്സപ്പ് വഴി മെസ്സേജുകൾ അയക്കുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് അവർ തോന്നും, അവിടെ എത്ര 5-6 കസ്റ്റമർ കയറുന്നുണ്ട്, 10 കസ്റ്റമർ കയറുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു സ്പാ തുടങ്ങിക്കൂടാ. അങ്ങനെ അവരെന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ലോണോ സ്വർണ്ണമോ ഒക്കെ പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ ടിപ്പ് കിട്ടിയ പൈസയൊക്കെ മാറ്റി വെച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിയിൽ, നമ്മളെ മറ്റു സ്ഥലങ്ങളൊക്കെ പോട്ടെ, കൊച്ചി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്ന ആളുകളാണ് കൊച്ചിയിലുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കറിനെ കണ്ടാൽ ഒരു 15,000-20,000 രൂപക്കൊക്കെ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി കിട്ടാൻ ഒരു പാടുമില്ലാത്ത സ്ഥലം കൊച്ചി. ബ്രോക്കറിന് ഒരു കമ്മീഷൻ കൊടുത്താൽ, അതെന്ന് വെച്ചാൽ സാധാരണ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നമ്മൾ 15,000 രൂപക്ക് പോകുന്നത്, സ്പാ എന്ന് പറയുമ്പോൾ അവിടെ 20,000-25,000 രൂപക്ക് വരെ റെന്റിന് എടുത്തിട്ട് അവിടെ ഒരു 3-4 റൂമും ബാത്റൂമൊക്കെ സെറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് കുറച്ച് മറ്റേ അതിന്റെ ടേബിളുകൾ സെറ്റ് ചെയ്തിട്ട് പോകും. അവരെ സംബന്ധിച്ചിട്ട് അവരപ്പം അവർക്ക് എക്സ്ട്രാ വരുമാനം കിട്ടണം. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് അടുത്ത സ്റ്റാഫ് അടുത്ത് തുടങ്ങുന്നു, അവിടെ വരുന്ന സ്റ്റാഫുകൾ കുറച്ച് നാൾ അവർ അടുത്ത് തുടങ്ങുന്നു. അങ്ങനെ എന്താ പറയാ, കൂൻ പൊട്ടി മുളക്കുന്നത് പോലെ കൊച്ചി ഇപ്പം, പ്രത്യേകിച്ച് എറണാകുളത്ത് ഇപ്പൊ ഇഷ്ടംപോലെ സ്പാ ഹബ്ബായി മാറി. ഒരു സ്പാ ഹബ്ബായിട്ട് മാറി. പണ്ട് കോഫി ഹബ്ബ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെ. അതുപോലെ ഇത് ഒരുപാട് സ്പാകളായിട്ട് മാറി. പക്ഷേ അർജുൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലേക്കൊക്കെ ഇഷ്ടംപോലെ ക്ലൈന്റിനും കിട്ടാനുണ്ട്. അതിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും ഫേസ്ബുക്ക്, ഇപ്പോൾ ഓഫ്ലൈൻ അല്ലല്ലോ, ഓൺലൈൻ വഴി തന്നെയുള്ള അഡ്വർടൈസ്മെന്റ് വഴി ഇഷ്ടംപോലെ നമ്മൾ ഡെയിലി സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ കാണുന്ന എന്താ പറയാ പോസ്റ്ററുകളും ഡിസൈനുകളൊക്കെ കാണുമ്പോൾ ആളുകൾ വിളിക്കുന്നു. ഈ സ്പാ നടത്തിയിരുന്ന ഘട്ടത്തില് ഒരു സ്പായില് നിങ്ങൾക്ക് 10-36 സ്പാ ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു സ്പായില് ശരാശരി എത്ര ക്ലയൻസ് ഒരു ദിവസം ഉണ്ടാവും? അത് ഡിപ്പെൻഡ് ആണ്. എന്നാലും ചില ഓരോ ദിവസങ്ങളനുസരിച്ച് എന്തായാലും ഒരു 8, 9, 10, 10ക്ക് മുകളിൽ എന്തായാലും ക്ലൈന്റ് ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. ഒരു ദിവസത്തെ ഈ വരുമാനം എന്താണ് അവിടുത്തെ? അത് ഡിപ്പെൻഡ് ആണ്. എന്നാലും ഒരു 1,500 രൂപയോളം മിനിമം ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന്, 1,500 മുതൽ 2,000 വരെയൊക്കെ. പണ്ട് കാലത്തൊക്കെ നമ്മളൊക്കെ പണ്ട് സ്പാ നടത്തിയ സമയം അന്നൊക്കെ നമ്മൾ കൗണ്ടറിൽ 3,000 രൂപ എന്ന് പറഞ്ഞാൽ അത് 3,000 രൂപയും കസ്റ്റമർ തരുമായിരുന്നു. അന്ന് സ്പാകൾ കുറവായിരുന്നു. പക്ഷേ ഇപ്പൊ ഒരുപാട് സ്പാകൾ, ഇപ്പൊ മത്സരമാണ്. 1,000 രൂപക്കും 1,500 രൂപക്കൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതുകൊണ്ട് ക്ലൈന്റിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒന്നല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടാനുള്ള. പക്ഷെ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് കുറച്ച് സ്പാകൾ ഉണ്ടായത് കൊണ്ട് അവര് 3,000 രൂപക്ക് ഇഷ്യൂ അല്ലായിരുന്നു. പക്ഷെ ഇഷ്ടംപോലെ ഇപ്പൊ ഒരുപാട് സെലക്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ട് സ്പാ സെന്റർ നിയർ മീ അടിച്ചാൽ ഒരുപാട് സ്പാ വരും.
ജസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഏരിയയിലെ സകല സ്പാകളിലേക്കും ഇവരെ ഫോൺ നമ്പർ മെസ്സേജ് പോകുന്നു. നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല, ഇങ്ങോട്ട് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് എവിടെയാണോ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകളെ വെച്ചിട്ട് അതെ അതെ അതെ, അങ്ങോട്ട് വിളിക്കും. അതാണ് അർജുൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ പ്രമുഖ ചാനലിൽ വന്ന ഒരു ടെലികോളിംഗിന്റെ ഇഷ്യൂ വന്നില്ലേ, അതായിരുന്നു. കാരണം ഇവര് എല്ലാവരും അഡ്വർടൈസ്മെന്റ് കൊടുക്കും, ഇങ്ങനെ ടെലികോളറിന് ആവശ്യമുണ്ട് ഇങ്ങനെ സ്പായിലേക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവര് സാധാരണ ഒരു ടെലികോളർ ആയിട്ട് ഒരു പെൺകുട്ടി ജോലിക്ക് പോകണം, അവർക്ക് 8,000 9,000 10,000 വരെ സാലറി ഉണ്ടാവുള്ളൂ. ഇത് സ്പാ ടെലികോളറിന് അത്യാവശ്യത്തിന് 15 20 ഫുഡും അക്കോമഡേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്, കമ്മീഷനും ഉണ്ടാവും. അത് കമ്മീഷൻ അത്ര പെർസെന്റേജ് കമ്മീഷൻ, ഇൻസെന്റീവ്, ബോണസ് എന്നൊക്കെ പല കാറ്റഗറികൾ ഉണ്ടാവും അതൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഞാൻ നേരത്തെ ആദ്യം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ സ്പായിലെ ടെലികോളിങ്ങിന് വരുന്ന പെൺകുട്ടികളെ കൊണ്ട് പിന്നീട് സർവീസ് എടുപ്പിക്കാറുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ നിർബന്ധിച്ച് ഈ കൊച്ചി ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, കെട്ടിയിട്ട് ചെയ്യിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അത് ഒരു ആരോപണങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പുറകെ പോയാൽ അതിന്റെ പുറകെ വലിയ ടീം തന്നെ ഉണ്ടാവും. ആ സ്ഥാപനത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അതിനെ കുറ്റം പറയാനൊക്കെ വേണ്ടി വലിയ ടീം തന്നെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഇത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ ടെലികോളറായിട്ട് ഇങ്ങനെ കോൾ ചെയ്യുന്നു, അപ്പൊ എനിക്ക് സാലറി കിട്ടുന്ന ഒരു 15,000 ഒരു ഉദാഹരണം പറയാം, കൂട്ടിക്കോ. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു ദിവസം 5,000 6,000 7,000 10,000 ഒക്കെ ടിപ്പ് കിട്ടുമ്പോൾ ഇവര് കുറച്ച് നാൾ ഇവര് എനിക്ക് ഞാൻ വിളിച്ചിട്ടാണല്ലോ ഈ ക്ലൈന്റ് ഒക്കെ വരുന്നത്, എനിക്ക് എന്തുകൊണ്ട് വാങ്ങിക്കൂടാ. അങ്ങനെ അവരും എന്ത് ചെയ്യും, സ്വയമായിട്ട് തിരഞ്ഞ, ആരും നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് റൂമിലേക്ക് കയറ്റുന്നു കിട്ടി ഒരിക്കലും നടക്കില്ല. ഒരിക്കലും നിൽക്കില്ല. ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ലല്ലോ അർജുൻ, അതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം കയറുന്നതും ചെയ്യുന്നതുമാണ്. ഇപ്പൊ ഇങ്ങനെ ബലം പ്രയോഗിച്ച ഒരാളെ കയറ്റിയാൽ തന്നെ ആ ക്ലൈന്റ് നിൽക്കുവോ? സ്വാഭാവികമായിട്ട് വളരെ രഹസ്യമായിട്ടും ആരും അറിയാണ്ട് വരുന്ന ഉന്നത രീതിയിലുള്ള രാഷ്ട്രീയക്കാരും പല ഉദ്യോഗസ്ഥന്മാരും വരെ വരുന്നുണ്ട്. അവരൊക്കെ രഹസ്യമായിട്ട് വരുന്ന ആളുകളാണ്, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് സ്പാകളിലൊക്കെ രഹസ്യമായിട്ട് വരുന്നവരാണ്. അങ്ങനത്തെ ആളെ മുമ്പിൽ ഇതുപോലെ കെട്ടിയിട്ട് റൂമിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റുന്ന ആരും നിൽക്കില്ല, അവരറിഞ്ഞ് ഓടുകയേ ഉള്ളൂ. കാരണം വെച്ചാൽ അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും വരിക. പിന്നെ കൂടുതലും റെഗുലർ ക്ലയന്റുകൾ ഉണ്ടാവും, അവരുടെ ഫ്രണ്ട്സിനോട് പറയും. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വരുന്ന ഒരുപാട്. എന്തായാലും ഇത് നമുക്ക് ഒരൊറ്റ എപ്പിസോഡിൽ തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒട്ടേറെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ട്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിന്റെ ബാക്കി തുടരും.